Hi friends, നമ്മുടെ റിസർച്ച് സീസണിൻ്റെ ലാസ്റ്റ് ലാപ്പിൽ എത്തിക്കഴിഞ്ഞു ശരിക്കും. ഓൾമോസ്റ്റ് 90% 95% സ്റ്റോക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞു ശരിക്കും. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഏപ്രിൽ മാസം 23 തുടങ്ങിയ അൺടയറിങ് വർക്ക് അതിൻ്റെ ഫൈനൽ ലാപ്പിൽ എത്തിക്കഴിഞ്ഞു ശരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് 30-35 ഡേയ്സ് കണ്ടിന്യൂസ് വർക്കിലായിരുന്നു ശരിക്കും. കാര്യം ഞാൻ ബേസിക്കലി സ്മാർട്ട് ക്യാപ് ട്രേഡറാണ്. ബെസ്റ്റ് സ്റ്റോക്കിനെ സെലക്ട് ചെയ്യാനുള്ളൊരു പ്രയാണത്തിലായിരുന്നു ശരിക്കും. അപ്പോൾ ഇത്തവണ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ സാറിന് വാലിസ്റ്റിൽ ഒരു 30-35 സ്റ്റോക്സ് വരുന്നത്, ഇത്തവണ ഒരു മോർ ദാൻ 90 സ്റ്റോക്സ് വന്നിട്ടുണ്ട് ശരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ പുതിയ പുതിയ ക്രൈറ്റീരിയ ഉണ്ടാക്കി പല സ്റ്റോക്കിനെയും അതിൻ്റെ അകത്തൊന്ന് മാറ്റേണ്ടി വന്നു ശരിക്കും. പുതിയ ക്രൈറ്റീരിയയുടെ ബേസിൽ ശരിക്കും. മാർക്കറ്റ് വല്ലാതെ സ്ട്രെച്ചഡാണ്. ബി വെരി കെയർഫുൾ. ഞാൻ ബേസിക്കലി ഇപ്പോൾ ചെയ്യുന്ന 3 to 5 ഡേയ്സ് ട്രേഡും ഇൻട്രാഡേ ട്രേഡ്സും മാത്രമേ ഉള്ളൂ. എനിക്ക് യാതൊരുമില്ല ഇൻവെസ്റ്റ്മെൻറ്റും അറ്റ് പെർസെൻറ്റ് മാർക്കറ്റിലില്ല. മാർക്കറ്റ് സ്ട്രെച്ചഡാണെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ശരിക്കും. മാർക്കറ്റ് പുതിയ ഒരു ഹൈ ഹിറ്റ് ചെയ്തിട്ട് കറക്ഷൻ വരുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാൻ സാധിക്കും. നമുക്ക് മുൻകൂട്ടി പ്രവചനങ്ങൾ നമുക്ക് പറയാൻ സാധിക്കത്തില്ല ഈ മാർക്കറ്റിൽ. ഞാനിന്ന് നിങ്ങളോട് പറയുന്ന വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അടുത്ത കാലത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു. പരിചയമുള്ള ആളല്ല. അത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എന്നെ പോലെ ഞാൻ ഇന്ന ഒരു സ്റ്റോക്ക് മേടിച്ചു. അപ്പോൾ സ്റ്റോക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന കേട്ടോ, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ശരിക്കും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ സ്റ്റോക്കിൻ്റെ പേര് പറയുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്പെല്ലിംഗ് എല്ലാം പറഞ്ഞിട്ടാണ് എനിക്ക് സ്റ്റോക്ക് മനസ്സിലായത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഈ സ്റ്റോക്ക് മേടിച്ചത് ബിറ്റ്വീൻ 35 to 40 ഈ റേറ്റിൽ മേടിച്ചത്. എത്രയോ ബിഗ് ക്വാണ്ടിറ്റി മേടിച്ചു കേട്ടോ അദ്ദേഹം. അതിനുശേഷം ഇത് സംതിങ് അറൗണ്ട് 17-18 റുപ്പീസിലിപ്പം ആവറേജ് ചെയ്തു താഴെ പോയിട്ട്. ഇപ്പോൾ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് സിംഗിൾ ഡിജിറ്റാണ്. പുള്ളി എന്നോട് ചോദിക്കുന്നത് ക്ലോസ് ടു 18-19 lakhs നഷ്ടമാണ്, എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഇതെന്താ മേടിക്കാൻ കാര്യം? ഞാൻ ചോദിച്ചു, എന്താ മേടിക്കാൻ കാര്യം? അതേ വെറുതെ കയറി പോകുന്നതുകൊണ്ട് മേടിച്ചാണ്. ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് റെക്കമെൻഡ് എനി സ്റ്റോക്ക്. ഞാൻ ബയ്യോ സെല്ലോ കൊടുക്കുന്നൊരു വ്യക്തിയല്ല. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. കാര്യം ഈ കമ്പനിയെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പോലും. എൻ്റെ ഫണ്ട് എനിക്കറിയില്ല, എൻ്റെ ടെക്നിക്കൽ സൈഡ് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് സാറിനോട് ഒരു അഡ്വൈസും ഇല്ല. സാറിന് നോക്കി ചെയ്യാമെന്നുള്ള ഉപദേശമാണ് ഞാൻ കൊടുത്തത് ശരിക്കും. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ കമ്പനിയുടെ ഇത് മേടിച്ച സമയത്തുള്ള ഇത് പെന്നി ക്യാപ്പ് ലെവലിൽ കിടക്കുന്ന ഒരു സ്റ്റോക്കാണ്. സംതിങ് അറൗണ്ട് മൈക്രോ ക്യാപ്പിൻ്റെ താഴെയുള്ള മാർക്കറ്റ് ക്യാപ്പാണ്. അതേ മേടിച്ച സമയത്ത് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഹ്യൂജായിട്ട് വരികയും ഹ്യൂജായിട്ട് അതിൻ്റെ അത് കാണിച്ചു ശരിക്കും. യഥാർത്ഥത്തിൽ വന്നോന്നും എനിക്കറിയില്ല. പ്രൈസ് ഭയങ്കരമായിട്ട് എസ്കലേറ്റ് ചെയ്തു. പ്രൈസിൻ്റെ ഒരു ടോപ്പിൽ വെച്ച് ഇദ്ദേഹം മേടിച്ചു. അത് മേടിച്ചിട്ട് കംപ്ലീറ്റ് ഈ പറയുന്ന കണക്ക് എന്താ പറയേണ്ടത്, ഭയങ്കരമായിട്ട് സ്റ്റോക്ക് കറക്റ്റ് ചെയ്തു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നെക്സ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വന്നപ്പം മൈനസ് പ്രോഫിറ്റിലേക്ക് പോയി ശരിക്കും. സ്റ്റോക്ക് നേരെ താഴെ പോയി, സിംഗിൾ ഡിജിറ്റിലേക്ക് പോയി. സംതിങ് അറൗണ്ട് 17 to 20 lakhs നഷ്ടമാണ്. ഇദ്ദേഹത്തിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് അറിയാമായിരുന്നെങ്കിൽ ഇദ്ദേഹം ഈ ഒരു ട്രാപ്പിൽ പെടത്തില്ലായിരുന്നു ശരിക്കും. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഈ മാർക്കറ്റിൽ നിൽക്കുന്ന കാലത്തോളം എത്രയും വേഗം പഠിക്കാൻ സാധിച്ചാൽ താങ്കളുടെ സസ്റ്റൈനബിലിറ്റിയെ അത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും ശരിക്കും. കാരണം ഫണ്ട് ഉണ്ടെങ്കിലേ കമ്പനി ഉണ്ടെങ്കിലേ ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ ശരിക്കും. ഫണ്ടമെൻ്റൽ അനാലിസിസ് സീരിയസ് ആയിട്ട്, തറവായിട്ട്, ഡീപ്പായിട്ട് പഠിച്ചേ മതിയാകും. അൺകോംപ്രമൈസിങ് ആണ് ആ ഒരു പഠനം ശരിക്കും. അല്ലെങ്കിൽ പെട്ടുവാൾ സാധ്യത വളരെ കൂടുതലാണ് ശരിക്കും. അപ്പം ഞാൻ അന്ന് അതേമായിട്ടുള്ള ആ ഫോൺ കോളിന് ശേഷം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഒരു ഫണ്ടാ ബേസ്ഡ് ആയിട്ടൊരു ഇൻഡിക്കേറ്റർ എന്തുകൊണ്ട് ഷെയർ ചെയ്ത് കൂടാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇന്നിറക്കാനുള്ള കാരണം. ഈ വീഡിയോയായിട്ട് ബന്ധപ്പെട്ട വീഡിയോ 1.5 കൊല്ലം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ശ്രദ്ധിക്കണം, ഒരു സ്റ്റോക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനും കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട് ശരിക്കും. കുറേ ക്രിട്ടിക്കലായിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇന്ന് പറയുന്ന കാര്യം അതിൻ്റെ അകത്ത് ഒരു പാരാമീറ്റർ മാത്രമേ ഉള്ളൂ ശരിക്കും. കുറേ പാരാമീറ്റേഴ്സിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് സ്റ്റോക്ക് കയറാമെന്നുള്ളത്, സ്റ്റോക്ക് ഇറങ്ങാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ ഒരൊറ്റ പാരാമീറ്റർ കൊണ്ട് മാത്രം നിങ്ങൾക്ക് സ്റ്റോക്കിൽ പെട്ടുപോകാതിരിക്കും എന്നുള്ള ചിന്ത ഒരു കാരണവശാലും പാടില്ല. പല പാരാമീറ്റേഴ്സ് തീർച്ചയായും പഠിച്ചിരിക്കണം. അതിൻ്റെ അകത്തുള്ള ഒരു പാരാമീറ്ററാണ് ഇന്ന് നിങ്ങളോട് പറയാൻ വന്ന ഈ ഒരു കാര്യം ശരിക്കും. ശ്രദ്ധിക്കണം, വീണ്ടും പറയുന്നു, പല പാരാമീറ്റേഴ്സിൻ്റെ ആകെത്തുകയാണ് സ്റ്റോക്ക് കയറുന്നതും സ്റ്റോക്ക് ഇറങ്ങുന്നതും. അതിൻ്റെ അകത്തുള്ള ഒരു പാരാമീറ്ററാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ശരിക്കും. തീർച്ചയായും വീഡിയോ കാണണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കുറച്ച് സ്റ്റോക്കിൽ ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കണം. നമ്മൾ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല. കുറേ സ്റ്റോക്സ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അനലൈസ് നോക്കിയിട്ട് അതിൻ്റെ ചാർട്ട്സ് എടുത്ത് അനലൈസ് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ഈ പാരാമീറ്റർ, അല്ലെങ്കിൽ ബഞ്ച് ഓഫ് പാരാമീറ്റേഴ്സ്, ഈ പാരാമീറ്റർ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, എങ്ങനെയാണ് ബഞ്ച് ഓഫ് പാരാമീറ്റേഴ്സ് ഒരു സ്റ്റോക്കിൻ്റെ അല്ല എസ്കലേഷനെയും ഡി എസ്കലേഷനെയും ബാധിക്കുന്നുള്ളത് നമ്മൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പഠിക്കാനായിട്ട്. നമുക്കതുകൊണ്ട് ബെറ്ററേ ഉണ്ടാകത്തുള്ളൂ, ഒരിക്കലും നമുക്ക് നഷ്ടം ഉണ്ടാകില്ല. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. t.me/benchmarks BENCHMAARKS എന്നുള്ളതാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ.
ഇത് ആബ്സല്യൂട്ട്ലി ഒരു റെക്കമെൻഡേഷൻ ചാനലേ അല്ല, ശരിക്കും റെക്കമെൻഡേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ചാനലേ അല്ല. പക്ഷെ ഇത് പഠിക്കാനുള്ള ഇൻപുട്സ് മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യുന്നുള്ളൂ. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഇൻപുട്സ് തീർച്ചയായും പ്രയോജനപ്പെടുന്നുള്ള വിശ്വാസത്തിലാണ് ഷെയർ ചെയ്യുന്നത്. ശരിക്കും പഠനം താല്പര്യമാണെങ്കിൽ താങ്കൾ തീർച്ചയായും യു ആർ വെൽക്കം. സ്റ്റോക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനും നേരത്തെ ഞാൻ മുഖവരെ പറഞ്ഞ പോലെ തന്നെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്, കുറച്ച് അനാലിറ്റിക് പോയിന്റ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഒരു ക്രിട്ടിക്കൽ അനാലിറ്റിക് പോയിന്റ് ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും OPM പെർസെൻറ്റേജും OPM മാർജിൻ പെർസെൻറ്റേജും. ശരിക്കും ഇത് മാത്രമല്ല ഒരു എന്താ പറയണ്ടേ, സ്റ്റോക്ക് കയറാനും ഇറങ്ങാനുമുള്ള കാരണം ഒരു ബഞ്ച് ഓഫ് കാരണങ്ങളുണ്ട്. ആ ബഞ്ച് ഓഫ് കാരണങ്ങളിൽ റീസൺസിലെ ഒരു കാരണമാണ് ഞാനിപ്പോ പറയാൻ പോകുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് OPM മാർജിൻ. ഇത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്. ഇതിനോടൊപ്പം തന്നെയുള്ള ബാക്കിയുള്ള പാരാമീറ്റേഴ്സിന്റെ കൂടെ ഇതും കൂടെ ചേരുമ്പോഴാണ് സ്റ്റോക്കിന്റെ റിയൽ ആയിട്ടുള്ള ട്രജക്ടറി, അത് ഫോർവേഡ് ആണോ ബാക്ക്വേർഡ്, അത് പുറകിലേക്കാണോ താഴത്തേക്കാണോ എന്ന് തീരുമാനിക്കുന്നത്. ശരിക്കും മനസ്സിലായി, മുന്നോട്ടാണോ പോകുന്നത് സ്റ്റോക്ക്, അതോ പ്രൈസ് കറക്ഷൻ വന്ന് താഴോട്ടാണോ പോകുന്നത് തീരുമാനിക്കുന്നത്. ശരിക്കും ഈ ഒരു കമ്പനി നോക്ക്, ഈ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിസംബർ മാസം നോക്കണം. ഈ കമ്പനിയുടെ റിസൾട്ട് മാർച്ച് വന്നതാണ്. നമ്മൾ സപ്പോസ് ഡിസംബർ മാസം കഴിഞ്ഞ് റിസൾട്ട് വന്നില്ല എന്നുള്ള ഒരു സിനാരിയോ ആണെങ്കിൽ ഡിസംബർ മാസത്തിലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 495 കോടിയാണ്. അത് സ്വീക്വൻഷ്യൽ സെപ്റ്റംബർ മാസമായിട്ട് നോക്കുമ്പോൾ 331 നിന്നും സംതിങ് അറൌണ്ട് ക്ലോസ് ടു 50% കൂടിയത് ഡിസംബർ മാസം, 3 മാസം കൊണ്ട് തന്നെ. ഇതാണ് സ്വീക്വൻഷ്യൽ അനാലിസിസ്. ഈ ഡിസംബറിനെ നമ്മൾ കഴിഞ്ഞ ഡിസംബറായിട്ട് നോക്കാൻ നേരത്തെ എത്രയാണ് വന്നത്? 205 കോടിയിൽ നിന്നും 495 ക്രോസ് ആയി. OPM പെർസെന്റേജ് 6% നിന്നും 8 ആയി, 8 നിന്നും 10% ആയി. ദാറ്റ് മീൻസ് ബെസ്റ്റ് ഫിഗർ ആണ് അല്ലെ. ഈ ബെസ്റ്റ് ഫിഗർ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇങ്ങനത്തെ ബെസ്റ്റ് ഫിഗേഴ്സ് വരുമ്പോഴാണ് കമ്പനിയുടെ PE നോക്കിയിട്ട് ആ PE വാല്യൂ സോണിലാണെങ്കിൽ ഒരു വാല്യൂല് വലിയൊരു സ്പെർട്ട്, വലിയൊരു കയറ്റം വരാൻ സാധ്യതയുള്ള ഒരു കാര്യം. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒറ്റ ക്രൈറ്റീരിയ മാത്രമായിട്ട് നിങ്ങൾ എടുക്കാൻ പാടില്ല, പക്ഷെ പല ക്രൈറ്റീരിയയോട് ഉൾപ്പെടെ ഇതും ഒരു ക്രിട്ടിക്കൽ ക്രൈറ്റീരിയ ആണ്. ശരിക്കും അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സ്റ്റോക്ക് എടുക്കുവാണെങ്കിൽ അതിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആദ്യം നോക്കുക. അത് സ്വീക്വൻഷ്യൽ തൊട്ട് മുമ്പത്തെ ക്വാർട്ടറുമായിട്ട് നോക്കാൻ നേരത്തെ ബെറ്റർ ആണോ എന്ന് അത് നോക്കുക. പിന്നെ OPM പെർസെന്റേജ് നോക്കുക, അത് തൊട്ട് മുമ്പത്തെ ക്വാർട്ടറുമായിട്ട് ബെറ്റർ ആണെന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ എടുക്കാൻ പോകുന്ന സ്റ്റോക്കിന്റെ ആ ക്വാർട്ടർ റിസൾട്ട് വേഴ്സസ് കഴിഞ്ഞ കൊല്ലത്തെ സെയിം ടൈമിലെ റിസൾട്ട്, അത് ബെറ്റർ ആണെന്ന് നോക്കുക. അതുപോലെ തന്നെ OPM പെർസെന്റേജും ബെറ്റർ ആണെന്ന് നോക്കുക. നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ചാർട്ട് നോക്കിയാൽ, ഇതാണ് ചാർട്ട്, നിങ്ങൾ ആ ചാർട്ട് നോക്കുക. ഞാൻ ഈ കാണിച്ച ലെവലിൽ ഈ ലെവലാണ്. ശരിക്കും ഈ ലെവലിൽ നിന്നും സ്റ്റോക്ക് ഒരു സംതിങ് അറൌണ്ട് ഓവർ എ പീരീഡ് ഓഫ് 2 monthsനുള്ളിൽ 70-75% ഗ്രോത്ത് ആണ് കൊടുത്തത്. അങ്ങനെ ഗ്രോത്ത് കൊടുക്കാനുള്ള പല കാരണങ്ങളിൽ ഒരു കാരണമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു. ശരിക്കും ഞാൻ എടുത്തു പറയുന്നു, ഈ ഒറ്റ കാരണം മാത്രമല്ല, പല കാരണങ്ങളിൽ ഒരു ഇമ്പോർട്ടന്റ് കാരണമാണ് നിങ്ങളെ ഞാൻ കാണിച്ചു. ശരിക്കും നമുക്ക് അടുത്തൊരു സ്റ്റോക്കിലേക്ക് പോകാം. അടുത്ത സ്റ്റോക്ക് നോക്കൂ. മാർച്ച് റിസൾട്ട് വന്നു. റിസൾട്ട് 93 ക്രോസ് ആണ്. കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് നോക്കാൻ നേരത്തെ 55 നിന്നും 93 ആയി. ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. 16% നിന്നും OPM പെർസെന്റേജ് 21% കുതിച്ചു വരുന്നു. ശരിക്കും ഇനി ഈ മാർച്ചും കഴിഞ്ഞ മാർച്ചും കൂടെ നോക്കിക്കേ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 67 കോടിയിൽ നിന്നും 93 ആയി. OPM പെർസെന്റേജ് 70 നിന്നും 21 ആയി. അപ്പം നമ്മളെ സംബന്ധിച്ച് സ്വീക്വൻഷ്യലും ബെസ്റ്റ് ആണ്, YOY ഇയർ ഓൺ ഇയറും ബെസ്റ്റ് ആണ്. അങ്ങനത്തെ സ്റ്റോക്കുകൾക്ക് കയറാനുള്ള സാധ്യത ബാക്കിയുള്ള ക്രൈറ്റീരിയകളും കൂടെ കറക്റ്റ് ആണെങ്കിൽ എപ്പോഴും പ്രോബബിലിറ്റി ഹൈ ആണ്. ശരിക്കും അടുത്ത നെക്സ്റ്റ് ഒരു സ്റ്റോക്കിന്റെ എന്താ പറയണ്ടേ, OPMന്റെ വേറൊരു അനാലിസിസ് കാണിക്കുകയാണ്. ഈ കമ്പനി മാർച്ച് 2023 ഡിസംബർ 2022 കമ്പയർ ചെയ്താല് ഫ്ലാറ്റ് ആണ് OPM അല്ലെ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 78 ക്രോസ് ആണ്. മാർച്ചിൽ 78 ക്രോസ് ആണ്. ഗ്രോത്ത് ഒന്നുമില്ല. ശരിക്കും നമ്മൾ കഴിഞ്ഞ മാർച്ചുമായിട്ട് നോക്കുമ്പോൾ 62 നിന്ന് 78 ഉണ്ട്. പക്ഷെ സ്വീക്വൻഷ്യൽ നോക്കുമ്പോൾ ദർ ഇസ് നോ ഗ്രോത്ത്. ശരിയല്ലേ? അത് മാത്രമല്ല OPM പെർസെന്റേജ് 12% 11 കുറയുകയും ചെയ്തു. ശരിക്കും കഴിഞ്ഞ മാർച്ചുമായിട്ട് നോക്കുമ്പോൾ OPM ഫ്ലാറ്റ് ആണ്, കുറവ് വന്നിട്ടില്ല OPM പെർസെന്റേജില്. പക്ഷെ നമ്മൾ ഈ കഴിഞ്ഞ ഡിസംബർ ആയിട്ട് നോക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫ്ലാറ്റ് ആയി, OPM അല്പം താന്നു, 1% താന്നു. ഇതാണ് റിസൾട്ട് ക്യാൻഡിൽ. ആ കമ്പനിയുടെ റിസൾട്ട് ക്യാൻഡിൽ ഇതാണ്. നോക്ക്, എന്താ സ്റ്റോക്ക് സംതിങ് 400 രൂപ കറക്റ്റ് ചെയ്തു. ശരിക്കും എത്ര ദിവസം കൊണ്ടാണ്? അപ്പം 11 ഡേയ്സ് കൊണ്ട് സ്റ്റോക്ക് 400 രൂപ കറക്റ്റ് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ഒരൊറ്റ ക്രൈറ്റീരിയ കൊണ്ട് മാത്രമല്ല സ്റ്റോക്ക് താഴെ പോകുന്നത്, പക്ഷെ അതും ഒരു ക്രിട്ടിക്കൽ ക്രൈറ്റീരിയ ആണ്. അടുത്തൊരു റിസൾട്ട് നോക്കൂ.
മാർച്ച് മാസം റിസൾട്ട് വന്നു, OPM എന്താ പറയുക 55 കോടി. അതിന്റെ കഴിഞ്ഞ ക്വാർട്ടറിലെ OPM 104 കോടിയിൽ നിന്നും 55 കോടിയായിട്ട് കുറഞ്ഞു ശരിക്കും. OPM പെർസെന്റേജ് 3%. കഴിഞ്ഞ ക്വാർട്ടറിൽ 6 ആയിരുന്നു, അത് 3 ആയിട്ട് കുറഞ്ഞു. ഇനി കഴിഞ്ഞ മാർച്ച് നോക്ക്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കഴിഞ്ഞ മാർച്ചിൽ 379 കുറവായിരുന്നു, അതാണ് 55 കോടിയായിട്ട് എത്രയോ 1/6 ആയിട്ട് കുറഞ്ഞു അല്ലേ, സംതിങ് അറൌണ്ട്. OPM പെർസെന്റേജ് 20ൽ നിന്നും 3% ആയിട്ട് കുറഞ്ഞു. റിസൾട്ട് വന്ന ക്യാൻഡിൽ നോക്ക്, ഇതാണ് റിസൾട്ട് ക്യാൻഡിലാണ് ഈ കാണുന്നത്. റിസൾട്ട് വന്ന സ്റ്റോക്ക് തിരിച്ച് കയറിയിട്ടില്ല, നേരെ താഴെ പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ എപ്പോഴും സ്റ്റോക്ക് മേടിക്കുമ്പോൾ ഫണ്ടയിൽ അനലൈസ് ചെയ്യേണ്ട ഒരു 10-12 ക്രിട്ടിക്കൽ അനാലിസിസ്, ക്രിട്ടിക്കൽ ആയിട്ട് ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ ഉള്ള കാര്യങ്ങളുണ്ട് ശരിക്കും. ആ കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്തത്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ ക്രൈറ്റീരിയ മാത്രമല്ല, ദർ ആർ ബഞ്ച് ഓഫ് ക്രൈറ്റീരിയകൾ ഉണ്ട് ശരിക്കും. അതിൻ്റെ അകത്തുള്ള ഒരു കാര്യം മാത്രമാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. പക്ഷേ ഈ ക്രൈറ്റീരിയയ്ക്ക്, ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനും OPM പെർസെന്റേജിനും അതിൻ്റെ ആയിട്ടുള്ള വലിയൊരു ഇമ്പോർട്ടൻസ് സ്റ്റോക്ക് സെലക്ഷനിൽ ഉണ്ട് ശരിക്കും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ശ്രദ്ധിക്കേണ്ടത് നമ്മള് കറന്റ് ക്വാർട്ടർ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് റിസൾട്ട് ക്വാർട്ടർ വേഴ്സസ് പ്രീവിയസ് ക്വാർട്ടർ, അതാണ് സ്വീക്വൻഷ്യൽ അനാലിസിസ്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് റിസൾട്ട് വന്ന ക്വാർട്ടർ വേഴ്സസ് കഴിഞ്ഞ കൊല്ലത്തെ സെയിം ടൈമിലെ പെർഫോമൻസ് കമ്പയർ ചെയ്യുമ്പം രണ്ടും, ഞാൻ ബേസിക്കലി ഇതെല്ലാം ഈ ഫിഗേഴ്സ് ഒക്കെ ബെറ്റർ ആണെങ്കിൽ മാത്രമേ ഞാൻ ആ സ്റ്റോക്ക് എന്റെ വാച്ച് ലിസ്റ്റിലേക്ക് മാറ്റുള്ളൂ ശരിക്കും. കാരണം വേറെ കുറെ ക്രൈറ്റീരിയ എനിക്ക് അതിൻ്റെ അകത്ത് വേറെ ചേർക്കാനുണ്ട് ശരി. ഇത് മാത്രമല്ല ക്രൈറ്റീരിയ, പക്ഷെ ഇതും ക്രിട്ടിക്കൽ ക്രൈറ്റീരിയ ആണ്. തീർച്ചയായും നിങ്ങൾ പഠിച്ചിരിക്കണം. കുറെ സ്റ്റോക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കണം. ആ സ്റ്റോക്കുകളൊക്കെ അതിന്റെ ചാർട്ട്സ് എടുത്തൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള ക്രൈറ്റീരിയ നിങ്ങൾ തീർച്ചയായും പഠിക്കാൻ ശ്രമിക്കുക. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരൊറ്റ പാരാമീറ്ററല്ല, ഒരു ബഞ്ച് ഓഫ് പാരാമീറ്റേഴ്സാണ് സ്റ്റോക്കിൻ്റെ എസ്കലേഷനും അല്ലെ തിരിച്ചുള്ള ഇറക്കത്തിനെയും തീരുമാനിക്കുന്ന, ഗതിവിഗതികൾ തീരുമാനിക്കുന്ന വലിയൊരു കാര്യം ശരിക്കും. അതിൻ്റെ ഈ ഒരു പാരാമീറ്ററിന് അതിൻ്റെ ആയിട്ടുള്ള സ്ഥാനമുണ്ട്, അതിൻ്റെ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് ശരിക്കും. തീർച്ചയായും നിങ്ങൾ ഫണ്ട പഠിക്കണമെന്നുള്ള ഒരു റിക്വസ്റ്റോട് കൂടി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.